ഹേ ഗായ്സ്, വെൽക്കം ടു GJ Verse. This is me GJ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് ആക്ഷൻ പടം കണ്ടിട്ടാണ്. അതിൻ്റെ കൂടെ കുറച്ച് പാട്രിയോട്ടിസം കൂടെ കയറ്റി വിട്ടാൽ എങ്ങനെ ഇരിക്കും? അതാണ് നമ്മുടെ ദുരന്തർ പാർട്ട് 2 റിവെഞ്ച് എന്ന് പറഞ്ഞാൽ മോനെ, ഇത്തരമൊരു റിവെഞ്ച് ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടില്ല. അമ്മാതിരി സ്വന്തം നാടിനെ നോവിച്ചവർക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരാളുടെ ഒരു പരിപാടിയാണ് ഈ ഒരു സിനിമ. അതിനെ ഭയങ്കര എന്താ പറയുക, നമുക്ക് വിശ്വസനീയമായി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എത്രയോ പട്ടാളക്കാർ ഇതുപോലെ പോയി കഷ്ടപ്പെട്ടവരുണ്ടായിരിക്കാം. ആ ഒരു സാധനങ്ങളൊക്കെ ടച്ച് ചെയ്ത് മനസ്സിനെ അങ്ങ് എന്താ പറയുക, ആ ഒരു ഫീലിംഗ് ഓഫ് നാഷണലിസം റൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ ദുരന്തർ. സോ ഞാൻ സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ ഇതിൻ്റെ സ്റ്റോറി ഒന്ന് പറയാം. ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. കഴിഞ്ഞ പാർട്ടിൽ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. നായകൻ്റെ പാസ്റ്റിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? 21 വയസ്സുകാരനായിട്ടുള്ള ജസ്കിരാജ് സിംഗ് രന്ധി എങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ ഒരു ഹംസ അലി മൻസാരി ആയത്? അപ്പോൾ ആ ഒരു കഥയാണ് ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് തുടക്കത്തിൽ പോകുന്നത്. തുടക്കം തന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ഒരു സാധനമുണ്ട്. ബ്രൂട്ടാലിറ്റി, വയലൻസ് എല്ലാം കാണിച്ചു പോകുന്നൊരു പരിപാടി. ആ ഒരു സാധനം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സിനിമ എന്താണ് ഈ ഒരു 4 മണിക്കൂർ പടത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ ഒരു 4 മണിക്കൂറിന് 6 ചാപ്റ്ററായിട്ട് വിഭജിച്ച്, കഴിഞ്ഞ സിനിമ 6 ചാപ്റ്ററായിരുന്നു, അതുപോലെ തന്നെ 6 ചാപ്റ്ററായിട്ട് വിഭജിച്ച് 6ലും വ്യത്യസ്തമായ പരിപാടികളെ കണക്ട് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളൊരു ക്ലൈമാക്സ്. പീക്ക് സാറ്റിസ്ഫാക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അർദ്ധരാത്രിയാണ് സിനിമ കണ്ടു കഴിയുന്നത്. ഇപ്പോൾ ഏകദേശം സമയം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം എത്ര സമയം എടുത്തു, അല്ലെങ്കിൽ എത്ര ഒരു രാത്രി. സാധാരണ നമ്മൾ സിനിമകൾ ഈ ഒരു സമയത്ത് കണ്ടാൽ ഉറങ്ങിപ്പോവും. ഞാൻ 10 മണി കഴിയുമ്പോൾ ഉറങ്ങുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഉറങ്ങിപ്പോവും ഞാൻ. പക്ഷേ ഈ ഒരു സിനിമ എന്നെ ഉറക്കിയില്ല, എൻഗേജ് ചെയ്യിച്ചിരുത്തി. ഇൻ്റർവെല്ലിനകത്തൊരു സാധനം ഇട്ടിട്ടുണ്ട് എൻ്റെ മോനെ. ഇൻ്റർവെല്ലിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഇനി എന്താ അടുത്ത സീൻ എന്ന് വിചാരിക്കുമ്പോഴാണ് ഇൻ്റർവെല്ലിൽ ഇടുന്നത്. അതൊക്കെ ബ്രില്യൻസ് ആണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് വന്ന് പോകുന്നുണ്ട്. കഴിഞ്ഞ പാട്ടിലുള്ളതും, കഴിഞ്ഞ പാട്ടിൽ ചിലപ്പോൾ ചെറിയ ക്യാരക്ടർ ആയിരുന്നിരിക്കാം, ഇതിലേക്ക് വരുമ്പോഴത്തേക്കും അതിന് നല്ല ഇതുണ്ട്. ഫോർ എക്സാമ്പിൾ ആലം ഭായ്, മറ്റേ എന്താണ് ജ്യൂസ് കടയിൽ ഇവനെ ആദ്യം വെൽക്കം ചെയ്യുന്ന അദ്ദേഹത്തിന് ഇതിനകത്ത് നല്ലൊരു റോളുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് സർപ്രൈസിംഗ്ലി കഴിഞ്ഞ പ്രാവശ്യം കോമാളിയായിട്ടുള്ള ഒരാൾക്ക് ഇതിനകത്തൊരു ക്യാരക്ടർ ഷിഫ്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട്, ഭയങ്കരമാണ്. മൊത്തത്തിൽ ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, റിട്ടേൺ ചെയ്ത് വെച്ചിരിക്കുന്ന രീതി, ആദിത്യ ധറിനെ സല്യൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് മാൻ, അയാൾക്ക് മാസ് പടങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. അതേസമയം തന്നെ നാഷണലിസം അല്ലെങ്കിൽ പാട്രിയോട്ടിസം ഡെവലപ്പ് ചെയ്യുന്ന പടങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. ഈ 2 കഴിവും കൂടെ ഒരു സിനിമയിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അതിന് എന്തൊരു ധൈര്യമാണ് 4 മണിക്കൂറിൻ്റെ ഒരു പടം ഇറക്കി വിടാനായിട്ട്. ആളുകൾ ചിലപ്പോൾ വെറുക്കുമോ എന്നൊക്കെ ഒരു ചിന്ത. 4 മണിക്കൂറും ഓരോ മിനിറ്റും പിടിച്ചിരുത്തുന്ന സാധനമാണ്. കഴിഞ്ഞ പടത്തിൽ നിന്ന് അക്ഷയ് ഖന്നയാണ് ഇതിനകത്തൊരു മിസ്സിങ് ഫാക്ടർ ഉള്ളത്. അക്ഷയ് ഖന്നയുടെ കഴിഞ്ഞ പടത്തിലെ ആ ഒരു വില്ലനിസം, ഒരു ഓറ ഉണ്ടായിരുന്നു. മറ്റേ ഹൂസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ വൈറലായതാണ്. ആ ഒരു സാധനം ഇതിനകത്ത് നമ്മൾ മിസ് ചെയ്യും. പക്ഷേ അതിന് പകരം നമ്മുടെ ആ ഒരു അതിനകത്തുള്ള മേജർ ഇക്ബാൽ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും മെയിൻ ഒരു ആൻറ്റഗോണിസ്റ്റായിട്ട് വരുന്നുണ്ട്. അതിന് പുറമെ ബഡേ സാബായിട്ട് സൽമാൻ ഖാൻ വരുന്നു, അമിതാഭ് ബച്ചൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പല സൈഡിൽ നിന്ന് പല പേരുകൾ ഉയർന്നു കേട്ടിട്ടുണ്ട്. ബഡേ സാബിൻ്റെ വരുന്ന നടനിലല്ല പ്രത്യേകത, ബഡേ സാബിൻ്റെ ക്യാരക്ടറിലാണ് പ്രത്യേകത. ആ ഒരു ക്യാരക്ടർ ഇന്ത്യയിലെ എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലൊക്കെയുള്ള എല്ലാവർക്കും അറിയാം. മലയാള സിനിമയിൽ, തമിഴ് സിനിമയിൽ, ഹിന്ദി സിനിമയിൽ എല്ലാം ഈ ഒരു ക്യാരക്ടറിനെ പലപ്പോഴായിട്ട് പരാമർശിച്ച് പോയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ക്യാരക്ടറാണ്. ആരെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ഞാനായിട്ട് കളയുന്നില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു ക്യാരക്ടർ തിയേറ്ററിൽ കാണാനായിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിപാടികളാണ് ഈ ഒരു സിനിമയിൽ മൊത്തം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദുരന്തർ സിനിമ തിയേറ്ററിൽ മിസ് ചെയ്ത കുറേ പേരുണ്ട്. അവരൊക്കെ പറഞ്ഞു, ഇതൊരു നല്ല പടമായിരുന്നു, മിസ് ചെയ്തു. അതേ ഒരു വിഷമം ഇതിലേക്ക് വരരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്കിപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്. സബ് ടൈറ്റിലുള്ള വേർഷനാണ് ഞാൻ കണ്ടത്, വനിതാ വിനീതയിലാണ് കണ്ടത്. ഹിന്ദി മൂവി വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ. ഒരു പ്രോബ്ലവും ഇല്ല മനസ്സിലാക്കാനായിട്ട്, നല്ല ക്ലാരിറ്റി ഇല്ല, നമുക്ക് മനസ്സിലായി തന്നെ പോകും. അത്തരത്തിലുള്ളൊരു ഇതിനകത്ത് പിന്നെ ഫുൾ അടിയാണ്. അടി എന്നൊക്കെ പറഞ്ഞാൽ കിൻഡലിടി. ഈ നായകൻ്റെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു റേജ് എത്ര മാത്രമാണെന്നുള്ള ചെറുപ്പത്തിലേ കാണിക്കുന്നുണ്ട്. ആ ഒരു സാധനം ഈ ഒരു ഹംസ അലി മൻസാരിയായിട്ട് വളർന്നതിന് ശേഷം പടർന്ന് പന്തലിച്ചൊരു എന്താ പറയുക, പാകിസ്ഥാനിലെ എന്താ പറയുക ലയാറി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ലീഡറായി മാറിയതിന് ശേഷമുള്ളൊരു പരിപാടിയുണ്ട്. പവർഫുൾ, ഭയങ്കരം. പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റേ ഒരാൾ, കഴിഞ്ഞ പാട്ടിൽ അത്യാവശ്യം നല്ല റോളുള്ള ഒരാൾ ഇതിനകത്തൊരു കോമഡി പീസാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് സഞ്ജയ് ദത്തുണ്ട്. സഞ്ജയ് ദത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്തും തഗ് ലൈഫും കാര്യങ്ങളൊക്കെയാണ്.
ഇതിനകത്ത് ഈ ഒരു ക്യാരക്ടേഴ്സൊക്കെ ശരിക്കും റിയൽ ലൈഫിൽ ഉള്ളവരെ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിന് യഥാർത്ഥ സ്റ്റോറി അല്ല കേട്ടോ. ഇത് പലരുടെയും കഥ കാണിച്ചിരിക്കുന്ന യഥാർത്ഥ സ്റ്റോറി അല്ല. ബട്ട് സ്റ്റിൽ അവരൊക്കെ റിയൽ ലൈഫിൽ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്താണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു വെള്ള പൂശലുണ്ട്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട കടത്തിവിട്ടിട്ടുണ്ട്. അത് എനിക്ക് അത്രയ്ക്കൊരു തിയേറ്ററിൽ പലരും കളിയാക്കുകയും കൂവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അത് ഒരു അൺവാണ്ടഡ് ആയിട്ട് തോന്നി. നമ്മുടെ രാജ്യത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പാർട്ടി എല്ലാം ബൂസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അത് ഓരോ കാര്യങ്ങൾ അവർ കൊണ്ടുവന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞതൊക്കെ കുറച്ച് അൺറിയലിസ്റ്റിക് ആയിട്ട് തോന്നി. ബട്ട് സ്റ്റിൽ ഓക്കെ, സിനിമാറ്റിക് ലിബർട്ടി. അതേപോലെ സിനിമാറ്റിക് ലിബർട്ടി ഉപയോഗിച്ച വേറെ കാര്യങ്ങളാണ്. നായകൻ ബോംബ് ഇങ്ങനെ കത്തിച്ച് ബാക്കിലേക്ക് എറിയുന്നു, ബാക്കിൽ പൊട്ടുന്നു, ഒന്നും പറ്റാതെ നായകൻ നടക്കുന്നു. ശരിക്കും റിയൽ ലൈഫിൽ ബോംബിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് തെറിച്ചു പോകുമല്ലോ അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് സിനിമാറ്റിക് ലിബർട്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് സിൻസ് ഇറ്റ്സ് എ സിനിമ ഇറ്റ്സ് ഓക്കെ. നമുക്കത് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണല്ലോ ഇതിൻ്റെ മെയിൻ ഫാക്ടർ. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമയാണ്. രോമാഞ്ചം വന്ന് നമ്മുടെ രോമം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുന്ന മൊമെൻറ്റ്സ് ഒരുപാടുള്ളൊരു സിനിമയാണ്. വയലൻറ്റ് മൊമെൻറ്റ്സ്, ഭയങ്കര ബ്രൂട്ടൽ വയലൻസ്. സോ കുട്ടികളുമായിട്ട് പോകരുത്, ബ്രൂട്ടൽ വയലൻസ് ആണ് അത്. നമ്മൾ ഈ മറ്റേ മാർക്കോയിലെ പോലെ എന്താ പറയുക, സ്ത്രീകളോടും ഗർഭിണികളോടും കാണിക്കുന്ന അതിക്രമം അല്ല ഇവിടുത്തെ വയലൻസ്. വില്ലന്മാരോട് കാണിക്കുന്ന വയലൻസാണ്. നായകനോട് തിരിച്ച് വില്ലൻ കാണിക്കുന്ന വയലൻസാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില ഈ നായകൻ വില്ലനോട് കാണിക്കുന്ന വയലൻസ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. കാരണം നമ്മൾ അത്രയും നമ്മുടെ നാടിനെ ദ്രോഹിച്ചവൻ എന്നുള്ള ഒരു സാധനം കൊണ്ടെത്തിച്ചതിന് ശേഷമാണ് ആ ഒരു സംഭവം ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വെരി മച്ച് എൻജോയബിൾ ആക്ച്വലി സ്പീക്കിംഗ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ഒരുപാട് എന്താ പറയുക, രാജ്യത്ത് നടന്നിട്ടുള്ള ഇവൻറ്റ്സിനെ കാണിക്കുന്നുണ്ട്. പിന്നെ മാധവൻ എന്ന് പറഞ്ഞ ഫാക്ടർ, ഇതിനകത്ത് ആ ഒരു നമ്മുടെ റിയൽ ലൈഫിൽ അജിത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ ഇതിൽ മാധവൻ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ഒന്നും പറയാനില്ല. ഒരു വീഡിയോ കോളിൽ കൂടെ വന്ന് ചെറിയ 2 ഡയലോഗ് അടിച്ച് മാസടിച്ച് പോകും. ലുക്കിലോ ഒന്നും അല്ല കാര്യം എന്നുള്ള അതിനകത്തുണ്ട്. കാരണം മാധവൻ ഇതിനകത്തൊരു സാധാരണ ഒരു വയസ്സായ ഒരു മനുഷ്യൻ്റെ ലുക്കാണ്. പക്ഷേ ആ ഒരു ഡയലോഗ് അടിയിലും ആ ഒരു സ്റ്റൈൽ, ഒരു ഓറ ക്യാരി ചെയ്യുന്ന, ആ ഒരു പേഴ്സണാലിറ്റി ക്യാരി ചെയ്യുന്ന രീതിയിലും ഒക്കെയാണ് ഇതിൻ്റെ ഫാക്ടറി ഇരിക്കുന്നത്. സോ അത്തരത്തിലൊരു ഫാക്ടറി കൂടെ മാധവൻ ഈ ഒരു സിനിമയിൽ ഭയങ്കരമായൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ മാധവൻ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫാക്ടറാണ് ഈ ഒരു സിനിമയിൽ. അതുപോലെ തന്നെയാണ് ഇതിലെ മ്യൂസിക്. കഴിഞ്ഞ പാർട്ടിലെ പോലെ തന്നെ റാപ്പ്, പഞ്ചാബി സോങ്സ്, ഹിന്ദി സോങ്സ് എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്തൊരു പരിപാടി ഉണ്ടല്ലോ ഇതിലുമുണ്ട്. കഴിഞ്ഞ പാട്ടിലെ പോലെ തന്നെ റെട്രോ സോങ് എടുത്തിട്ടുള്ള പരിപാടി ഇതിനകത്തുമുണ്ട്. കഴിഞ്ഞ പാട്ടിലെ പോലെ തന്നെ ഒരു അറബിക് ടച്ചുള്ള സോങ് എടുത്തിട്ടുള്ള പരിപാടി ഇതിലുമുണ്ട്. അത്തരത്തിൽ ഒരുപാട് സോങ് വെച്ചിട്ടുള്ള കളികളും ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനറാണ് നമ്മുടെ ഈ ഒരു ദുരന്തർ പാർട്ട് 2 റിവെഞ്ച്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും. ഒരിക്കലും നിങ്ങളിത് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യരുത്. കാരണം ഒന്ന്, ഈ ഒരു രോമാഞ്ച മൊമെൻറ്റ്സ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അല്ലാത്ത പക്ഷേ അത് എഫക്റ്റീവ് ആകുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു പടമാണ് ഇത്. മൊബൈലിൽ കണ്ടാലൊന്നും ചിലപ്പോൾ നിങ്ങൾ അടിച്ചു വിടും, സ്കിപ്പ് ചെയ്യും. ഇത് അങ്ങനെയല്ല. തിയേറ്ററിൽ 4 മണിക്കൂർ പോയതേ അറിയത്തില്ല. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇവൻറ്റ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകും. പിന്നെ കഴിഞ്ഞ പാട്ടിൻ്റെ അത്ര ലാഗോ റൊമാൻറ്റിക് പോർഷനോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇതിനകത്ത് ആവശ്യത്തിനൊരു ചെറിയൊരു എന്താ പറയുക, ഒരു ഭാര്യയായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ടെന്നുള്ള, അല്ലാതെ വേറെ കൈൻഡ് ഓഫ് ഒന്നും തന്നെ ഇതിനകത്ത് ആഡ് ആയിട്ടില്ല. സോ അത്തരത്തിലൊരു ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJ Verse എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.